ഭൂതം ഭൂതം അടിപൊളി ഇടിമടി പടപടി നടുവ് പട്ടണ ഭൂതം ഞാൻ ഒടിപടി പടപട ചുറ്റി നടക്കണ എട്ടടി ഭൂതം ഞാൻ. നിങ്ങളല്ല പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്നൊക്കെ അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും പറയാന്നല്ല, വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടൊന്നും പോലെ പറയരുത്. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളൊക്കെ വീട്ടിൽ കയറിയിട്ട് ആരെങ്കിലും നടനാക്കിയിട്ടുണ്ടോ? അതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ അലൻ ജോസ് ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു ടോട്ടൽ അവസ്ഥകൾ? എല്ലാം ഒന്നും അങ്ങനെ വിജയിക്കുന്നില്ല, എന്നാലും നല്ല കണ്ടന്റുള്ള സിനിമകൾ ഏകദേശം തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഈ നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോഴേ എല്ലാ സിനിമകളും ഹൗസ്ഫുള്ളാണ്, തിയേറ്ററിൽ ആളില്ല. 15 പേര് 17 പേര്. അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ടൊക്കെ പറയാൻ പറ്റില്ല. സിദ്ദിഖിക്ക കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി ചെയ്തിട്ടില്ല ഞാനും. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു മറുപടി അതിനെപ്പറ്റി എനിക്കറിയില്ല കറക്റ്റായിട്ട്. ആക്ച്വലി അലൻ ജോസ് പെരേര ഒരു സിനിമാ ലവറാണ്. സിനിമ ലവർ എന്ന് പറയാൻ പാഷൻ. സിനിമയിലെ ആർട്ടിസ്റ്റുകളെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല, കാരണം പലരും പല രീതിയിലും നമ്മളെ പറ്റിയൊക്കെ കുറ്റവും കുറവൊക്കെ പറയാനുണ്ടാവും. അറിയില്ല, നമ്മളെ ജെനുവിനായിട്ട് തന്നെയല്ലേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്? ജെനുവിനായിട്ട് തന്നെയാണല്ലോ. പിന്നെ ചില സിനിമയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പേയ്മെന്റ് മേടിക്കുക, അത്രേ ഉള്ളൂ. ചെറിയൊരു എക്സ്പെൻസ്, വണ്ടി പൈസക്ക് എന്ത് 2000 രൂപ തീയണമെങ്കിൽ അതിനെ നിങ്ങൾ മറ്റേ ഒരു എന്താ കൈക്കൂലി പോലെ പറയരുത്. അതിനെപ്പറ്റി ഒരു ജോലി പോലെയാണ് ഈ ഫീൽഡിൽ ഞാൻ നോക്കുന്നത്. ചെറുതായിട്ട് എപ്പോഴും കിട്ടുന്നില്ല. അല്ല, അപ്പം സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. മോശം എന്നുള്ളത് മോശം തന്നെ പറയാം. മോശം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഡാൻസ് ചില സമയത്ത് ആൾക്കാർക്ക് മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പബ്ലിക് ന്യൂസൻസ് വരെ പറയുന്നുണ്ട് പലരും. അതിനെ മോശമായിട്ട് ഞാൻ കാണുന്നില്ലെങ്കിലും കുറച്ച് സമയത്തൊക്കെ ചിലപ്പോൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. സ്വയം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നിർത്തിയിട്ടുണ്ടല്ലോ പല ഇതിലും ഡാൻസ്. ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അത് ഡാൻസ് വൃത്തിയായി പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നു? പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എന്തിനെ പറ്റി ട്രൈ ചെയ്യാൻ പറ്റും. കോൺട്രവേഴ്സി ആണോ നമ്മുടെ ഒരു പ്രശ്നം? കോൺട്രവേഴ്സി ഉണ്ടാകുന്നതാണോ ഉണ്ടാക്കപ്പെടുന്നതാണോ? കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ നമ്മൾ ഈ വഴി വെച്ചൊരു പണ്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കോൺട്രവേഴ്സി ആക്കാം. നമ്മളതിനൊന്നും ചെയ്യുന്നില്ലല്ലോ. നമുക്ക് സ്റ്റാർഡമുള്ള വ്യക്തികളെ പറ്റി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പറ്റി കരിവാരത്തേക്കുമ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാക്കാം. അല്ലാണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കിൽ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. എന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ നീ എന്ത് പരിപാടി കാണിച്ച് ഞാനവിടെ അപ്പുറം റിവ്യൂ പറഞ്ഞിട്ട് മാറി നീ വരാന്ന് പറഞ്ഞു. അതെ ഇന്റർവ്യൂ ആണ്. സോറി ചേട്ടാ, ഇന്റർവ്യൂ ആണോ? സോറി ചേട്ടാ, ഇവനെ ഇവിടെ ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നു പറഞ്ഞാൽ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. എന്താ ചേട്ടൻ ചോദിച്ചത്? അല്ല, ഇതിന്റെ ഒരു കോൺട്രവേഴ്സി പുള്ളിയുടെ ലേഡിയാണെന്ന് തോന്നുന്നില്ല, ട്രാൻസ് വുമണാണ്. അതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേജിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പേജിന് താഴെ ഇങ്ങനെ ഒരു കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ട് ഇട്ടേക്കുവാണ്. എനിക്ക് വായിച്ചെന്താണ് ചേട്ടൻ സ്ക്രീൻഷോട്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് എൻ്റെ പേജിന്റെ താഴെ കൊണ്ടുവരുന്നത്? അപ്പോഴും എൻ്റെ പേര് അതിൽ പറഞ്ഞില്ലല്ലേ? ഇല്ലടാ, ഞാൻ പറഞ്ഞ കേട്ടില്ല. അപ്പോൾ ആ പേജിന്റെ താഴെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു എൻ്റെ പേജിന്റെ താഴെ നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരന്നേരം എന്നോട് ശത്രുതയെന്ന് തോന്നുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് മുടി വെട്ടുള്ള കുളിക്കാത്തവരൊക്കെ പറഞ്ഞ് കമന്റ് ഇടുക. അങ്ങനെയാണ് നമുക്ക് പരിചയം ഇവരായിട്ട് കമന്റിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഞാൻ കുളിക്കാണ്ടിരിക്കും മുടി വെട്ടാണ്ടിരിക്കും എന്ത് ചെയ്യും, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടണമെന്ന് ചോദിച്ചു. അങ്ങനെ ശത്രുതയെ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നിഷ PS, അലിയേട്ടൻ്റെ പെണ്ണ അൻസി പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്തിട്ടാലും അതിൻ്റെ താഴെ പോയി ഈ പറയുന്ന ആൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വിഷമമായി. അവരും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എൻ്റെ യൂട്യൂബിൽ വന്ന് കമൻറ്റ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നിഷയോട് ഇദ്ദേഹം പറയുകയാണ്, ആ വ്യക്തി പറയുകയാണ് നിങ്ങളല്ല പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്നൊക്കെ. അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചെന്നല്ല, എന്തോ പിന്നെ കൂട്ട് അലിൻ ജോസ് പെരേര അവർക്കെതിരെ കളിച്ചു, എതിരെ കളിച്ചു, പിന്നെന്താണ് വീഡിയോ കോൾ മോശം വീഡിയോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു രീതിയിൽ. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും തെറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും പറയാന്നല്ല. പിന്നാളൊരു മനോരമ ന്യൂസിൽ പറഞ്ഞിരുന്നു, വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടൊന്നും പോലെ പറയരുത്.
അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലോ, നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ സ്റ്റേഷൻ അതാണ് ശരിക്കും ഒരു ട്രാൻസ് വുമണിന് അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ, തെളിവൊക്കെ ഉണ്ടെങ്കിൽ, FIR ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ സ്റ്റേഷനിൽ പോയ കാര്യം ഈ ഓൺലൈൻ മീഡിയക്ക് വേണ്ടി പറഞ്ഞ എന്താണ്? തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവര് എന്തോ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളെ കുറിച്ച് പേപ്പർ ഇടുന്നൊക്കെ ഇന്നാളെ ഏതോ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു കൂട്ടുകാർ. അതിനെ കുറിച്ച് ഇപ്പൊ വേറെ കേസുണ്ട്. കോമഡി മാസ്റ്ററിൽ വന്നു, മാസ്റ്ററിൽ വന്നു, പിന്നെ മിന്നും താരത്തിൽ വന്നു. ഇപ്പൊ ഏഷ്യനെറ്റിൽ അവാർഡിന്റെ പ്രോഗ്രാമിന് വിളിച്ചേക്കുക. ഏഷ്യന്റെ അവാർഡില്ലേ, അവാർഡ് അല്ലെങ്കിൽ പെരേനെ കഴിഞ്ഞ ദിവസം എന്റെ ഫോണിലേക്കാണ് തെറി പറയുന്ന വ്യക്തികളോട് എന്നേ പറയുള്ളൂ, നെഗറ്റീവ് പറയുന്നവരോട് എന്നേ പറയുള്ളൂ. ഇവൻ കയറി വരുന്നു. ഇപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു വാക്കാണ്, മമ്മൂക്കന്റെ ഒരു വാക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മമ്മൂക്ക ഒരു സിനിമയിൽ പറഞ്ഞിരുന്നു, അത് ലാൽ ജോസിനോടാണ് പറഞ്ഞത്. സിനിമയിൽ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പടത്തിന്റെ പേര്, ബെസ്റ്റ് ആക്ടർ സിനിമയിൽ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങളൊക്കെ വീട്ടിൽ കയറിയിട്ട് ആരെങ്കിലും നടനാക്കിയിട്ടുണ്ടോ? അതിനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനൊരു വ്യക്തി തിയേറ്ററിൽ വന്ന് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോയിട്ട് റിവ്യൂ പറഞ്ഞു, അപ്പോൾ അത് ആൾക്കാരിലേക്ക് ഷൂട്ട് ചെയ്തു, അത് എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സ്റ്റാർഡം കിട്ടി. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ സോഷ്യൽ മീഡിയയും നമുക്ക് സപ്പോർട്ടായിട്ടും ചില സമയത്ത് സപ്പോർട്ടില്ലാതെ നിൽക്കുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ ആറാട്ടണ്ണ ലോകം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളാണ് കുറെ പേര് ഇവനെ ഇങ്ങനെ പ്രാന്താക്കിയത്. ഇന്ന പടം കാണില്ല, തല്ലും, ഇവൻ പേടിച്ചു ടർബോ. അപ്പോഴാണ് അവൻ അബദ്ധവശാൽ പറഞ്ഞു പോയത്. അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഈയിടെ വീണ്ടും അവൻ 3-4 വട്ടം മാപ്പ് പറഞ്ഞു വീണ്ടും ഫേസ്ബുക്കിലൂടെ ഇട്ടു. കാരണം നല്ലൊരു കാര്യമാണ് അല്ലേ? കാരണം ഇപ്പൊ ഈയിടെ ചെകുത്താനെ അറസ്റ്റ് ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ടായി. കാരണം ഇപ്പൊ മമ്മൂക്കന്റെ സിനിമ വന്നാലും ഫസ്റ്റ് ഡേ കാണാൻ ശ്രമിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണുള്ളൂ. അതൊക്കെ കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മമ്മൂക്കയുടെ പടം കാണണം, സപ്പോർട്ട് ചെയ്യുന്നല്ല. കാരണം മമ്മൂക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഇതിന്റെ എല്ലാ പടങ്ങളും കാണും. കുഴപ്പമില്ല. അപ്പൊ വേറെ അല്ല പറഞ്ഞത്, അത് പറഞ്ഞ് അവിടെ തീർന്ന കേസാണ്. അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്തായാലും നീ മാപ്പ് പറഞ്ഞത് നന്നായി. കാരണം ഒരു മഹാ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയാൻ കാരണം ബസ്സൊക്കെ ഇറങ്ങാൻ പോണതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ അത് കാണാണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാർ ഫോൺ ചെയ്യും. അവിടെയൊക്കെ പറയാനുള്ളത്, എനിക്ക് പടം കാണാണ്ടിരിക്കേണ്ടത് ഇഷ്ടം. പിന്നെ നമ്മളിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പരമാവധി വരാണ്ടിരിക്കും. പക്ഷേ 60 ദിവസം ഞാൻ വന്നില്ല. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ന്യൂജൻ പടങ്ങളോടാണ് താല്പര്യം. ന്യൂജൻ പടങ്ങളോട് ഫസ്റ്റ് ദിവസം തന്നെ കാണും. ഓക്കെ. തലതെറിച്ചവൻ കണ്ടായിരുന്നു? തലതെറിച്ചവൻ ഇല്ല, അതിന്റെ പുതിയ ഒരു ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം നല്ലൊരു മിമിക്രി കലാകാരനാണോ? അറിയാം. അവരുടെ സൗണ്ട് ചെയ്യുക. അപ്പൊ ഞാനൊരു സൗണ്ട് അനുകരിക്കാം. സൗണ്ട് തോമയുടെ ഞാൻ ചെയ്യുന്നതാണോ പേര് ചെയ്യുന്നതാണോ? നമ്മുടെ ഈ സൗണ്ട് നമ്മുടെ ദിലീപേട്ടൻ്റെ അനിയൻ അറിയോ നിങ്ങൾക്ക്? അനൂപേട്ടൻ്റെ കയ്യിൽ എത്തി. കാരണം ഇപ്പൊ ഈ പുള്ളി വൈറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയത്. അപ്പൊ അനൂപേട്ടന്റെ PRO പുള്ളിനെ പറഞ്ഞ് അനൂപേട്ടനൊന്ന് കാണാൻ സംസാരിക്കുന്നു. കാണാനുള്ള ഒരു ഭാഗ്യം വിളിക്കുന്നുണ്ട്. അപ്പൊ ദിലീപേട്ടന്റെ സൗണ്ട് തോമല സൗണ്ട് ഞാനൊന്ന് ചെയ്യാം. അപ്പൊ അത് കേട്ടിട്ട് ഇനിയിപ്പോ ഇതിലൂടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ദിലീപേട്ടന്റെ അടുത്ത് വരെ എത്തുന്ന തോന്നുന്നു. അപ്പൊ സൗണ്ട് തോമല തോമ ഞാൻ ചെയ്യാം. അത് കണ്ടിട്ട് നമ്മുടെ പേരേര് ചെയ്യണം. അപ്പൊ ആരാണ് നല്ലതായിട്ട് ചെയ്യുന്നത് കമന്റിലൂടെ അറിയിക്കാം. എങ്ങനെയുണ്ടോ? ഞാനും യേശുദാസും ഒരുമിച്ച് പാടിണ്ടേ. യേശുദാസ് റേഡിയോ പഠിപ്പ് കൂടെ ഞാനും പാടും. ഉണ്ടപ്പച്ചേട്ടോ ചേട്ടനും ഉണ്ട് വലുതാ. അപ്പൊ ഞാനും കൊണ്ട് അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന സൗണ്ട് തോമയാണോ ഇപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന സൗണ്ട് തോമയാണോ? സൂപ്പർ എന്ന് പേഴ്സവര് പറയാം. എന്റെ പൊന്നു, ഞാൻ പറഞ്ഞാണ് തടിക്ക് നമ്മുടെ ഫോണിൽ മാറ്റേ കുട്ടിക്കിനെ ഇഷ്ടപ്പെട്ടൂടെ? ഡോക്ടർമാര് പലവട്ടം പറഞ്ഞല്ലേ ഓപ്പറേഷൻ ചെയ്താൽ മാനുവലെന്ന്. കുട്ടിക്കിനെ ഇഷ്ടപ്പെട്ടൂടെ? കുട്ടി നമ്മുടെ മാമുക്കോയ ഇക്കാൻ ഇഷ്ടമാണോ? അദ്ദേഹം ഇപ്പൊ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയി. അതിന്റെ ശബ്ദം ചെയ്യാം. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ആൽബത്തിലേക്ക് അഭിനയിക്കുകയാണ്. മാമുക്കൊക്കെ എന്റെ മകന്റെ ആൽബത്തിൽ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അഭിനയിക്കുന്ന തിരുവനന്തപുരത്തുള്ള ശ്യാമേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്. എറണാകുളത്ത് ഷൂട്ടുണ്ട്, ഞായറാഴ്ചയാണ്. അപ്പം മാമുക്കോയ്ക്കൻ അവതരിപ്പിക്കാം. മാനാർ മത്തായി സ്പീക്കിങ്ങും റാഞ്ചിറ സ്പീക്കിങ്ങും നമുക്ക് സമ്മാനിച്ച സിദ്ധി ക്ലാസ് ആണ് റാഞ്ചിറ സ്പീക്കിങ്ങിന് മാമുക്കോയ ആ കഥാപാത്രം. അല്ല നായിഞ്ചോനെ ഞങ്ങൾ ഉറച്ചിരിക്കുക. പഠിച്ചോനടുത്ത് നമുക്കൊന്നേ പറയാനുള്ളൂ, അവൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ ആകെ ബഹളവും. എൻ്റെ പൊന്നു വാലേസ, എൻ്റെ മത്താഴ്ച ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ വേറെ കാര്യം, അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കൂട്ടിയിടും. നിന്നെ തല്ലാനോ കൊല്ലാനോ അല്ല. ഞാനിവിടെ കിടന്ന് മയ്യത്തായ എൻ്റെ ബോഡി നാട്ടിലെത്തിക്കാനാ. വാലിസ്ന അല്ല നായിഞ്ച മോനെ. എടാ പെരേര, നീ ഭൂതത്തിന്റെ എന്ത് സൗണ്ട് ചെയ്യില്ലേ? മെഗാസ്റ്റാറിന്റെ പടം മമ്മൂക്കാടെ ഭൂതം സിനിമയിലെ
ഭൂതത്തിന്റെ സൗണ്ട് നമ്മുടെ പെരേര പ്രേക്ഷകർക്കായി. ഭൂതത്തിന്റെ ഞങ്ങളുടെ ലോകത്തെ ഭൂതങ്ങൾക്ക് 5000 വയസ്സായുസ്. ഇതാണല്ലേ ചിമ്മിയെങ്കിൽ, ഇതാണല്ലേ ചിമ്മിയെങ്കിൽ. ആളെ കൊള്ളാനല്ല പിണ്ണാക്കൂ എന്ന സാധനം. നിന്റെ തലയിൽ പിണ്ണാക്കെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊരു സാധനം ഒന്നും അറിയില്ല. എന്താ പിണ്ണാക്ക്? അടിപൊളി ഒരു പാട്ട് പറഞ്ഞല്ലോ, ഭൂതം പാടുന്നൊരു പാട്ടുണ്ടല്ലോ. ഭൂതം ഭൂതം അടിപൊളി ഇടിമടി പടപടി നടുവ് പട്ടണ ഭൂതം ഞാൻ. ഒടിപടി പടപട ചുറ്റി നടക്കണ 8 അടി ഭൂതം ഞാൻ. ഭൂതം ഞങ്ങൾക്ക് ഭൂതം കൊമ്പും ചെരിമടി മേളം. പാവം പാവം പാവുകളാ പാട്ടുപാടി ഞാൻ മറക്കും കൊമ്പം കോണം കൂട്ടരുമാ പാട്ടുപാടി ഞാൻ മറക്കും ഭൂതം ഭൂതം. അടിപൊളി. അപ്പൊ നമ്മുടെ ജനാർദ്ദൻ എണ്ണം കൂടെ ഒന്ന് ചെയ്യാം. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ അടിച്ചൊടുക്കണ അവരുടെ കാലി. അയ്യോ എന്റെ കാലല്ലേ, അവരുടെ കാല് തള്ളി തള്ളി ഒടുക്കി. സത്യാമി ആരാ വന്നിരിക്കുന്നത് കേട്ടോ? പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. എന്നെ കുറിച്ച് പത്രത്തിൽ വന്നു, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ. എടാ കാവ്യമാധവന്റെ സൗണ്ട് നിർത്തല പ്രേക്ഷകർക്ക് വേണ്ടി. കറക്റ്റ് കാവ്യ ചേച്ചി കേൾക്കണ്ട. അപ്പൊ ലാസ്റ്റായിട്ട് ഞങ്ങൾ മണിച്ചേട്ടൻ്റെ കൂടി ചെയ്തിട്ട് നിർത്താം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞങ്ങൾ സിനിമ ചെയ്തു ഗുലാന്റെ തട്ടുകട. ഞാനും പെരേരയും കൂടി അഭിനയിച്ചാണ്. അതുപോലെ പ്രിയപ്പെട്ട റസാഖ് മട്ടാഞ്ചേരി ഒക്കെ ഉണ്ട്. നമ്മുടെ തലതെറിച്ചവൻ എന്ന ഒരു വെബ് സീരീസ്, തലതെറിച്ചവൻ എന്ന വെബ് സീരീസ് ചെയ്ത് പെരേരയെ ഒമർ ലുലുവിന്റെ പടത്തിൽ എത്തിയില്ല, സിനിമയിൽ അഭിനയിച്ചു. എന്നാലും അവരെ എത്തിച്ച ഡയറക്ടറാണ് റസാഖ് മട്ടാഞ്ചേരി. അപ്പൊ അദ്ദേഹത്തിന്റെ തലതെറിച്ചവന് ഷൂട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഗുലാന്റെ തട്ടുകട സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോട് കൂടി ഞങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ മണിച്ചേട്ടൻ്റെ ഒരു 2 വരി പാട്ട്. ഹൈ എന്താ പറയാന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. ഹൈ ഒരു ചിരി ചിരിച്ചാലോ, ആശംസകൾ പറയാലോ. ഈ സ്വാതന്ത്ര്യദിനം നമ്മളെല്ലാവരും കൊണ്ടാടുകയാണ്. അതോടൊപ്പം നമ്മുടെ പെരേരിയുണ്ട്, അട്ടായുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കുക. 2 സിനിമ കണ്ടു, നുണക്കുഴി കണ്ടു, വാഴ കണ്ടു. നല്ല സിനിമകളാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറിയ നാടൻ പാട്ട്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടെത്തി പ്രിയമുള്ളവരെ, മണിച്ചേട്ടനെ നമ്മൾ എപ്പോഴും മറക്കില്ല, ഓർക്കുവാണ്. അതുകൊണ്ട് അവസാനമായി പാട്ടിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം പെരേര എഴുതി വെച്ചൊരു പാട്ടോട് ബന്ധപ്പെട്ടൊരു പാട്ട്. അപ്പൊ അതിനു മുമ്പായി മണിച്ചേട്ടന്റെ ചോട്ടാ മുംബൈ എന്ന സിനിമയിലെ ഒരു വോയിസ്, ആ വോയിസും ചെയ്യാൻ ചോട്ടാ മുംബൈ. അത് മാമുക്കോയൊക്കെ ചെയ്യുന്നതായിട്ട് ചെയ്ത് കഴിഞ്ഞ് അവസാനമായി നമ്മുടെ പെരേര സ്വന്തമായ ഒരു പാട്ടോട് കൂടി, സ്വന്തമായിട്ട് മാത്രമല്ല അത് സിനിമ അസോസിയേഷൻ. ഓക്കെ. അപ്പൊ ആദ്യമായി മണിച്ചേട്ടന്റെ ചോട്ടാ മുംബൈ. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മനും ദുഷ്ടനും ഞാനാ. പേര് നടേശൻ. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പടഞ്ഞു വെക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല, കൊല്ലുന്ന് പറഞ്ഞാ ഞാൻ കൊന്നിരിക്കും. ഹൈ പറ്റ മോനെ നടേശ. അങ്ങനെ ഒരു സംഭാഷണം മണിച്ചേട്ടൻ ചെയ്തിരുന്നു. അപ്പൊ മണിച്ചേട്ടന്റെ രീതിയിൽ മാമുക്കയുടെ രീതിയിലേക്ക് ഒന്ന് കിടക്കാം. മാമുക്കയുടെ രീതിയിലേക്ക്, നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മനും ദുഷ്ടനും നമ്മളാ. പേര് കോയ. നിന്നെ മരണം കണ്ട് വായിച്ചു വെക്കുമ്പോൾ നിന്റെ വാപ്പാ നമ്മൾ കൊല്ലും. 2 കുപ്പി കള്ളിന്റെ പുറത്ത് കോഴിക്കോടുള്ള കുട്ടികൾ പറഞ്ഞ വാക്കല്ല, കൊല്ലുമെന്ന് പറഞ്ഞാൽ പറിച്ചവനാണ് കൊന്നിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ പെരേരയുടെ ഒരു പാട്ടോട് കൂടി അവസാനിപ്പിക്കാം. മണ്ണിനെ മറന്ന് വിണ്ണിൽ കേറിയ സുന്ദര താരങ്ങളല്ല ഞങ്ങൾ, സുന്ദര റിവ്യൂവേഴ്സ് അല്ല. മാനത്തേറി ഒളിച്ച് കളിക്കും മാണിക്യ കല്ലുകളല്ല, സിനിമയുടെ മാണിക്യ റിവ്യൂവേഴ്സ് അല്ല. മണ്ണിനെ മറന്ന് വിണ്ണിൽ കേറിയ സുന്ദര റിവ്യൂവേഴ്സ് അല്ല. സന്തോഷ് വർക്കിയും അലിൻ ജോസ് വരെ സുന്ദര റിവ്യൂവേഴ്സ് അല്ല. അഭിലാഷാട്ടയവും സുന്ദര റിവ്യൂവേഴ്സ് അല്ല. മണ്ണിനെ മറന്ന് വിണ്ണിൽ കേറിയ സുന്ദര റിവ്യൂവേഴ്സ് അല്ല ഞങ്ങൾ, സുന്ദര റിവ്യൂവേഴ്സ് അല്ല. നെഞ്ചിൽ കേരള മണ്ണു കളിക്കുന്ന പൂജാ മലരുകൾ ഞങ്ങൾ, പറന്ന് ഉയരാൻ വെളിച്ചമേകി സോഷ്യൽ മീഡിയയുടെ ആവേശം. കമന്റ് ഇടാൻ നെഗറ്റീവ് ഇടാൻ ആവേശമേത് മലയാളികളുടെ വാത്സല്യം. കലയുടെ പൂജാ മലരുകൾ ഞങ്ങൾ, റിവ്യൂവിൻ്റെ പൂജ മലരുകൾ ഞങ്ങൾ. മണ്ണിനെ മറന്ന് വിണ്ണിൽ കേറി സുന്ദര റിവ്യൂവേഴ്സ് അല്ല ഞങ്ങൾ, സുന്ദര റിവ്യൂവേഴ്സ് അല്ല. മാനത്തേറി ഒളിച്ച് കളിക്ക് മാണിക്യ കല്ലുകളല്ല, കലയുടെ മാണിക്കല്ലുകളല്ല.
നെഞ്ചിൽ കിരണമല്ല് കളിക്കുന്ന പൂജാമലരുകൾ ഞങ്ങൾ പറന്ന് ഉയരാൻ വെളിച്ചമേകിയത് മലയാളികളുടെ യൂട്യൂബേഴ്സിന്റെ വാത്സല്യം മാറിയിലെടുത്ത് മുഖപ്പാൽ തന്നത് മലയാളികളുടെ വാത്സല്യം റിവ്യൂസിന്റെ പൂജ മലരുകൾ ഞങ്ങൾ. അടിപൊളി. താങ്ക് യു. കൊച്ചിയിലടപ്പുള്ള തിയേറ്റർ പലവിധ പുതിയ താര ഉദയങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷേ കോമാളിത്തരത്തിലേക്കാണ് വരുന്നത്. അത് കുറച്ച് ശ്രദ്ധിക്കുക. ഡീസൻ്റായിട്ടും വൈറലാകാൻ പറ്റും. കാരണം ഇന്നാൾ സുരേഷ് ഗോപി സാറിൻ്റെ സൗണ്ട് ചെയ്തിട്ട് ഒരാൾ വൈറലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് വൈറലാകാം. അല്ല ഡാൻസ് എന്നെപ്പോലെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അത് പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനോരമ ന്യൂസിൽ വരെ അതിനെപ്പറ്റി വാർത്ത വന്ന് ശ്രദ്ധിച്ചായിരുന്നു. കണ്ടു. അപ്പോൾ അതിൽ വരെ കിംബോയി, സന്തോഷ് വർക്കി, അൽജോസ് അങ്ങനെ പുതിയ എന്നെ പറ്റി കളിയാക്കി പറയുന്നത്. ഞാനിപ്പോൾ ഡാൻസൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി. എന്നിട്ട് പിന്നെ ആ വിഷയങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെകുത്താനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത ഞാനാണെന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരുന്നുണ്ട്. കാരണം അമ്മയിൽ ചെറുതായിട്ടൊക്കെ ചർച്ച നടപ്പുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. കാരണം നമ്മൾ സിനിമയ്ക്കെതിരെ മോശമായിട്ട് അഭിപ്രായം പറയാനുള്ള പിന്നെ അബദ്ധത്താമ മമ്മൂക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മാപ്പ് പറഞ്ഞിരുന്നു.